12th ബോർഡ്സിൻ്റെ ഇടയിൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, എനിക്കൊരു ഇ-കൊമേഴ്സ് സ്റ്റോർ തുടങ്ങണമെന്ന്. അപ്പോൾ ഞാൻ തുടങ്ങി. എനിക്ക് പഠിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇത് പതുക്കെ അങ്ങ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഡെയിലി ഒരു 2 മണിക്കൂർ ബിസിനസ്സിന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ 5:30 എണീച്ച് കുറച്ച് ഫ്രഷനപ്പൊക്കെ ആയി ബാക്കി 2 hours വർക്ക് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ അങ്ങനെ 5:30 എണീക്കാനും പ്ലാൻ വെച്ചു, 9:30 കിടന്നുറങ്ങാമെന്നും പ്ലാൻ വെച്ചു. പക്ഷേ പ്ലാൻ ചെയ്ത് എനിക്ക് ഒന്നും നടന്നില്ല. 9:30 കിടക്കാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ കിടക്കുമ്പോൾ 11-11:30 ആവും. പിന്നെ രാവിലെ എണീക്കുമ്പോൾ 8 മണിയാവും. രാവിലെ എണീക്കുമ്പോൾ ക്ഷീണവും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ പ്രൊഡക്ടിവിറ്റിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടി റിസർച്ച് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ കണ്ട് കുറച്ച് ബുക്സിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ നോക്കി ChatGPT-യിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് ബ്രെയിൻ ഫോഗാണ് രാവിലെ വരുന്നതെന്ന്. ബ്രെയിൻ ഫോഗ് എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുകയും വേറെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനുള്ള പാടും ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു മൈൻഡിലെ ഫേസിനെയാണ് നമ്മൾ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോഴത്തേക്കും മിക്ക ആൾക്കാരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരെ ചിലപ്പം ബ്രെയിൻ ഫോഗിലായിരിക്കും ഇപ്പോൾ, വിതൗട്ട് ദം റിയലൈസിങ് ഇറ്റ്. ഇതെങ്ങനെ ശരിയാക്കാമെന്ന് ഞാൻ നോക്കി കുറച്ച് വഴികൾ കണ്ടുപിടിച്ചു. അത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. നിങ്ങൾ പ്രൊഡക്ടിവിറ്റി എല്ലാം ബാക്ക് ഓൺ ട്രാക്കിലാക്കി വരാൻ 3 steps ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫിക്സിങ് യുവർ സർക്കേഡിയൻ റിതം. രാവിലെ എണീക്കുമ്പോൾ അത് രാവിലെ എന്ന് നമ്മൾ ബോഡിക്ക് അറിയേണ്ടതാണ് സർക്കേഡിയൻ റിതത്തിൻ്റെ ഫിക്സ് ചെയ്യേണ്ട ഒരു മെയിൻ സ്റ്റെപ്പ്. നമ്മൾ രാവിലെ എണീച്ച ഉടനെ വെളിയിലുള്ള സൺലൈറ്റ് നമ്മൾ കണ്ണിൽ അടിച്ചാലേ ബോഡിക്ക് അറിയാൻ പറ്റുമോ രാവിലെ ആയിരുന്നു. നമ്മൾ ഫോണിലെ ലൈറ്റോ LED ലൈറ്റോ ഓണാക്കി വെച്ചാൽ നമ്മൾ ബോഡിക്ക് മനസ്സിലാകത്തില്ല ഇത് രാവിലെ ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കണം. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചാൽ 2-3 മണിക്കൂർ എടുക്കും ഫുഡ് ഡൈജസ്റ്റ് ആവാൻ. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അപ്പോഴേ കയറി കിടന്ന് ഉറങ്ങിയാൽ നമ്മൾ ബോഡി ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ മാത്രമേ ഫോക്കസ് ചെയ്യൂ. നമ്മൾ ഉറക്കത്തിനോ സ്ലീപ്പ് ക്വാളിറ്റിക്കോ REM സ്ലീപ്പിനോ ഡീപ്പ് സ്ലീപ്പിനോ ഫോക്കസ് കൊടുക്കത്തില്ല. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് ഡിജിറ്റൽ ഡീറ്റോക്സ്. ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുമ്പെങ്കിലും ഫോണൊന്ന് ഓഫ് ചെയ്ത് വെക്കണം. മെയിൻ കാരണം നമ്മൾ ഈ ഫോണിൽ കാണുന്ന റീൽസും യൂട്യൂബ് വീഡിയോസും നമ്മളെ ബ്രെയിൻ പവർ കുറേ ഉപയോഗിക്കും. അതാകുമ്പോഴത്തേക്കും നമ്മൾ ഹൈപ്പർ സ്റ്റിമുലേറ്റഡ് ആവും. കിടക്കുമ്പോഴത്തേക്കും നമ്മൾ റിലാക്സ് ആണ് ആവാനുള്ളത്. ഇത് നമ്മൾ ആൾക്കാർ അടി കൂടുന്നതും ആ ഫൈറ്റ് ഈ കോൺട്രവേഴ്സി എല്ലാം കണ്ട് നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മൾ ബ്രീത്തിങ് വുഡ് ബി ഫാസ്റ്റ്, ബോഡി ഫുൾ അജിറ്റേറ്റഡ് ആയിരിക്കും. We need to relax and that's what we need to focus on. Not using phone for the last 60 minutes of the day will help you have a better relaxed body, in turn giving you a better sleep. ഈ ഒരു സ്റ്റെപ്പ് ഒരാഴ്ച ഞാൻ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ബ്രെയിൻ ഫോഗ് ഇല്ലാത്ത ജീവിതം എന്താണെന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ Instagram and let's build better routines together.